വചനം 16. വാക്കർത്ഥം. ലാ തുഹർരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്, ബിഹി, അതും കൊണ്ട്, അതുമായി, ലിസാനക, നിന്റെ നാവ്, ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം. ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത, ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ, വഖുർആന, അതിനെ ഓതിത്തരലും. ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു, നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം. ഫഇദാ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ, ഫത്തബിഅ, നീ പിൻപറ്റുക, തുടരുക, ഖുർആന, അതിൻ്റെ വായനയെ, ആ വായനയെ. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു, ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19. വാക്കർത്ഥം. സുമ്മ, അനന്തരം, ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത, ബയാന, അതിൻ്റെ വിവരണം, വിവരിക്കൽ. സുമ്മ ഇന്ന അലൈനാ ബയാനഹു, പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അള്ളാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാടമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അള്ളാഹുവിൻ്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിന് ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അള്ളാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അപ്പപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കി കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിൻ്റെ ബാധ്യതയും അള്ളാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും 2 പ്രകാരത്തിലായിരിക്കും. 1,
ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. 2. ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹയിൻ്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടയ്ക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷേ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വെച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു.